കൊല്ലങ്കോട് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച പാലക്കാട്ടെ മനോഹരമായ നാട്ടിൻപുറം. ഈ നാടിൻ്റെ ഭംഗി ആസ്വദിക്കാനായി പല ഭാഗങ്ങളിൽ നിന്നും കൊല്ലങ്കോടിലേക്ക് സഞ്ചാരികൾ എത്തിപ്പെടുന്നുണ്ട്. തിരക്കും ബഹളങ്ങളൊന്നും ഇല്ലാതിരുന്ന ആ സ്ഥലത്തേക്ക് ഇന്ന് സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ്. പാലക്കാട് ടൗണിൽ നിന്ന് കൊല്ലങ്കോട്ടേക്ക് പോകാനുള്ള വഴിയിലൂടെയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോ കൊല്ലങ്കോടിനെ കുറിച്ചല്ല. കൊല്ലങ്കോട്ടെ പരിസര പ്രദേശമായ വടവന്നൂരിൽ അതിമനോഹരമായൊരു ക്ഷേത്രമുണ്ട്. കുളത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ തേടിയാണ് ഇന്നത്തെ എൻ്റെ യാത്ര. പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം അരമണിക്കൂർ എടുക്കും ഈ ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്തെത്താൻ. കൊല്ലങ്കോട് മെയിൻ റോഡിൽ നിന്നും മാറി ഒരു തനി ഗ്രാമപ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെന്ന് അവസാനിച്ചത് വടവന്നൂരിലെ പ്രശസ്തമായ പൊക്കുന്നി ശിവക്ഷേത്രത്തിലാണ്. ഒരു ഉൾഗ്രാമമായതുകൊണ്ട് കുറേ വളവും തിരിവുകളും വരുന്ന വഴിയിൽ കണ്ടതുകൊണ്ട് വഴി പറഞ്ഞാലും മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ക്ഷേത്രത്തിനോട് ചേർന്നുള്ളൊരു വഴിയാണിത്. ഒരു ഭാഗത്ത് ക്ഷേത്രക്കുളവും മറുഭാഗത്ത് നെൽപ്പാടങ്ങളും. ഒരുപാട് ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഒരു പഴയ ക്ഷേത്രമാണിത്. ഏകദേശം 800 വർഷം പഴക്കമുണ്ട് എന്നാണ് ഇവിടുത്തെ നാട്ടുകാരിൽ നിന്ന് ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. വലിയൊരു കുളത്തിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു ക്ഷേത്രം. ഒരുപാട് ഐതിഹ്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ സ്ഥലത്തെ ഭംഗി കണ്ടാസ്വദിച്ച് ഇവിടെ കുറച്ച് സമയം ചെലവഴിച്ച് മുന്നോട്ട് പോവുക. ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നതെങ്കിലും ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ പാലക്കാട്ട് വരാത്ത മലയാളികളും ഈ ക്ഷേത്രം കണ്ടു കാണും. സ്നേഹവീട് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ കുറച്ച് രംഗങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അമ്പലത്തിനകത്ത് ഷൂട്ട് ചെയ്യാൻ അനുവാദമില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് മാത്രമേ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ കഴിയൂ. ഈ അമ്പലത്തിൻ്റെ ഭംഗി നന്നായി ആസ്വദിക്കാൻ കഴിയുന്നത് ഇവിടെ നിന്ന് കാണുമ്പോഴാണ്. ഇതുപോലെ പ്രകൃതിയാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഗ്രാമത്തിലെ ക്ഷേത്രങ്ങൾക്കും ഒരു പ്രത്യേകതരം ഭംഗിയാണ്. എടുത്തു പറയേണ്ടത് അവിടുത്തെ ശാന്തമായ അന്തരീക്ഷമാണ്. അമ്പലക്കുളത്തിനു നടുവിൽ സർപ്പത്തിൻ്റെ രൂപവും അമ്പലം നിൽക്കുന്ന ആ സ്ഥലത്തിനടുത്ത് കുളത്തിലായി ഒരു ശിവന്റെ വിഗ്രഹവും കാണാൻ കഴിയും. അമ്പലത്തിൻ്റെ അകത്തു നിന്ന് നോക്കുമ്പോഴാണ് ആ ശിവന്റെ വിഗ്രഹം നന്നായി കാണാൻ കഴിയുക. അവിടെ നിൽക്കുമ്പോൾ കേൾക്കാൻ കഴിയുന്ന പക്ഷികളുടെ ശബ്ദവും നെൽപ്പാടങ്ങളിലൂടെയുള്ള ഒരു ഇളം കാറ്റും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പ്രത്യേക അന്തരീക്ഷമാണ് ഇതുപോലുള്ള സ്ഥലങ്ങൾ സൃഷ്ടിക്കാറ്. അതുകൊണ്ടാണ് കിട്ടുന്ന സമയമെല്ലാം ഇതുപോലുള്ള സ്ഥലങ്ങൾ തേടി യാത്ര തിരിക്കാറ്. അമ്പലത്തിന് മുന്നിൽ നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളാണുള്ളത്. നെൽപ്പാടങ്ങൾക്കിടയിലൂടെ നടന്ന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കാണാം. ആ നടത്തത്തിനിടയിലാണ് ഒരാളെ പരിചയപ്പെടാൻ ഇടവന്നത്. ഏതോ ഒരു പരിചയക്കാരനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയത് പോലെയായിരുന്നു പുള്ളിക്കാരൻ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതുതന്നെയാണ് പാലക്കാടൻ ഗ്രാമങ്ങളിലുള്ള ആളുകളുടെ പ്രത്യേകതയും. കൃഷി ചെയ്യുന്ന രീതികളും വെള്ളം കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടും വളത്തിൻ്റെ പൈസയും ഒരു ഭാഗത്ത് എത്ര വളം ഇടണം, അങ്ങനെ പല പല കാര്യങ്ങളാണ് പണിത്തിരക്കിനിടയിലും ആ ചേട്ടൻ പറഞ്ഞു തന്നത്. ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ. ഇതുപോലുള്ള ക്ഷേത്രങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായും സന്ദർശിക്കേണ്ട സ്ഥലം തന്നെയായത്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് യാത്ര പറഞ്ഞു പോവുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. പുതിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളും വീടുകളെല്ലാം വന്നിട്ടുണ്ടെങ്കിലും പാലക്കാട് ഇപ്പോഴും പഴയ തറവാടുകൾ കുറേ കാണാൻ കഴിയും. ചെറുതും വലുതുമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുറേ തറവാടുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പ്രശസ്തരായ കുറേ പേർ ഇതുപോലുള്ള തറവാടുകളിൽ ജനിച്ചിട്ടുണ്ട്. ഇനി അടുത്ത യാത്ര നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രശസ്തനായ ഒരാളുടെ വീട് കാണാനായിട്ടാണ്. പാലക്കാട് ജില്ലയിൽ വടവന്നൂരിലുള്ള MGR മെമ്മോറിയൽ. ചെറിയൊരു ഇടവഴി ചെന്ന് അവസാനിക്കുന്നത് സത്യവിലാസം എന്ന കൊച്ചു തറവാട്ടിലേക്കാണ്. മരുത്തൂർ ഗോപാലൻ രാമചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞാൽ ആർക്കും അറിയില്ല. MGR എന്ന് പറഞ്ഞാൽ കേരളം മാത്രമല്ല തമിഴ്നാട് മുഴുവൻ നെഞ്ചിലേറ്റിയ ഒരു പേരാണ്. ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഈ മെമ്മോറിയലിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പേരുകളും ഇവിടെ കാണാൻ കഴിയും. ശ്രീലങ്കയിൽ ജനിച്ച് പാലക്കാട് വന്ന് കുട്ടിക്കാലം ഇവിടെ ചെലവഴിച്ച് പിന്നെ ചെന്നൈയിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം താമസം മാറിയത്. ഇവിടെയുള്ള മുറിക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ വലിയൊരു ശില്പം കാണാൻ കഴിയും. കല്ലിൽ പണി തീർത്ത ഈ ശില്പം ചെന്നൈയിലാണ് നിർമ്മിച്ചതെങ്കിലും ഈ വലിയ ശില്പം 7 ഭാഗങ്ങളായാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ആ 7 ഭാഗങ്ങൾ ഇവിടെ ഈ മുറിക്കുള്ളിൽ ഒരുമിച്ച് വെച്ച് ഒറ്റ ശില്പമാക്കി മാറ്റി. MGRൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ശില്പവും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. 1988 MGRന് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന മരണാനന്തര ബഹുമതി ലഭിക്കുകയുണ്ടായി.
ആ ബഹുമതിയുടെ സ്മരണയ്ക്കായാണ് മുറിക്കുള്ളിലെ ആ ശില്പം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. MGR എന്ന ആ മഹത് വ്യക്തി ഒരു മലയാളിയാണ്, ഒരു പാലക്കാട്ടുകാരനാണ് എന്ന സത്യം, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ചിലവഴിച്ച വീട് വടവന്നൂരിലുണ്ട് എന്ന കാര്യം പലർക്കും അറിയില്ല എന്നതാണ് സത്യം. വർഷങ്ങൾ പഴക്കമുള്ള ഈ വീട് പോലെ തന്നെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു കിണറും ഉണ്ട്. വീടിന് പിറകിലായാണ് ആ കിണർ സ്ഥിതി ചെയ്യുന്നത്. ഈ കോമ്പൗണ്ടിന് അകത്തായി പുതുതായി കെട്ടിയ ഒരു അങ്കണവാടി കെട്ടിടവുമുണ്ട്. പാലക്കാട് കാണാൻ വരുന്നവർ ഉറപ്പായും പരിഗണിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് വടവന്നൂരിലുള്ള MGR മെമ്മോറിയൽ.